എന്താണ് മോണ്ടിസോറി? നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും മോണ്ടിസോറി സ്കൂൾ, മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നൊക്കെ. ചില പാരന്റ്സ് ഒക്കെ പറയുന്നത് കേൾക്കാം, എന്റെ കുട്ടി മോണ്ടിസോറി സ്കൂളിലാണ് പഠിക്കുന്നത് എന്നൊക്കെ. എന്നാൽ പലർക്കും കൃത്യമായി മോണ്ടിസോറി എന്താണെന്ന് അറിയില്ല. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോകുകയാണ്. ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്ന ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് ഈ പഠന രീതി കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ രീതിക്ക് മോണ്ടിസോറി എന്ന പേര് വന്നത്. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ കണ്ടെത്തൽ പ്രകാരം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ഓർമ്മയോ അറിവോ ഇല്ലാതെയാണ് ജനിക്കുന്നത് എന്നാണ്. ജനിച്ചത് മുതൽ 6 വയസ്സുവരെയുള്ള പ്രായമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാലയളവ്. കാരണം ഈ സമയത്താണ് ഉപബോധ മനസ്സിൽ നിന്ന് ബോധമനസ്സിലേക്ക് ഒരു കുട്ടി വളർന്നു വരുന്നത്. ഈ കാലയളവിൽ തന്റെ ചുറ്റിലും കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്പോഞ്ച് പോലെ കുട്ടി ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കും. ഇതിനെ മോണ്ടിസോറി ഫിലോസഫി പ്രകാരം അബ്സോർബന്റ് മൈൻഡ് എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണത്തിന് മാതൃഭാഷ. സ്കൂളിൽ പോകാതെയോ ബുക്കോ പേനയോ ഉപയോഗിക്കാതെയോ തന്നെ ഒരു കുട്ടി സ്വന്തം ഭാഷ സംസാരിക്കാൻ എങ്ങനെയാണ് പഠിക്കുന്നത്? വീട്ടിലുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് കുട്ടി സ്വന്തം ഭാഷ സംസാരിച്ച് പഠിക്കുന്നത്. ഇതിനെയാണ് മോണ്ടിസോറി അബ്സോർബന്റ് മൈൻഡ് എന്ന് വിളിക്കുന്നത്. ഈ കാലയളവിന്റെ മറ്റൊരു ഭാഗമാണ് സെൻസിറ്റീവ് പീരീഡ്. എന്താണ് സെൻസിറ്റീവ് പീരീഡ്? ഒരു കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ട കാലയളവിൽ തന്നെ പഠിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് 1 വയസ്സിനു ശേഷം ഒരു കുട്ടി നടക്കാൻ ശ്രമിച്ചു തുടങ്ങുന്നു. ആദ്യം നിൽക്കും, 1-2 അടി നടന്നു കഴിയുമ്പോൾ വീഴും. അങ്ങനെ ഈ നടക്കുന്നത് പെർഫെക്ഷനിൽ എത്തുന്നതുവരെ കുട്ടി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നടക്കാനുള്ള അവസരം ആ കുട്ടിക്ക് കിട്ടാതെ പോയാലുള്ള അവസ്ഥ എന്താണ്? വീട്ടിലുള്ളവർ കുട്ടിയെ നിലത്ത് വെക്കാതെ എപ്പോഴും എടുത്തു നടക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്ത് സംഭവിക്കും? പിന്നീട് കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ കുട്ടിക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കും. ഇത് ജീവിതത്തിലെ പല കാര്യങ്ങളിലും കുട്ടിയെ സാരമായി ബാധിച്ചു കൊണ്ടിരിക്കും. ഇവിടെ സെൻസിറ്റീവ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു കുട്ടിയുടെ സ്കിൽ കൃത്യമായ സമയത്ത് തന്നെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് മോണ്ടിസോറിയുടെ ലക്ഷ്യം. മോണ്ടിസോറി മെറ്റീരിയൽ ക്ലാസ് റൂമിൽ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു അലങ്കാരമായി തോന്നിയേക്കാം. എന്നാൽ ഓരോ മെറ്റീരിയലും അല്ലെങ്കിൽ അപ്പാരറ്റസും ഉപയോഗിച്ച് കുട്ടിയെ പഠിപ്പിക്കുന്നതിലൂടെ മോണ്ടിസോറിക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. മോണ്ടിസോറിയിൽ കാണുന്ന തരത്തിലുള്ള അപ്പാരറ്റസ് ഒന്നും തന്നെ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അഥവാ പരമ്പരാഗത വിദ്യാഭ്യാസ രീതിയിൽ കാണാൻ സാധിക്കില്ല. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ജനനം മുതൽ തന്നെ കുട്ടിയുടെ ശാരീരിക മാനസിക വ്യത്യാസങ്ങളെ വളരെയധികം സ്വാധീനം